മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രമുഖ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ സീമന്തിനി ആണെങ്കിൽ സ്വാതിയെ കല്യാണം കഴിക്കാനുള്ള സഹായം കണ്ണൻ ചെയ്യുമെന്ന് കരുതിയാണ് കമലേശ്വരത്തേക്ക് വരുന്നത്. സീമന്തിനിനെ ആണെങ്കിൽ ദുർഗ കണക്കിന് ആട്ടുന്നുണ്ട്. അതുപോലെ തന്നെ പിടിച്ച് തള്ളണ സമയത്താണ് കണ്ണൻ അങ്ങോട്ട് വരുന്നത്. കണ്ണനെ കണ്ടതും സീമന്തിനി മോനെ ഞാൻ നിന്നെ കാണാൻ വന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് കണ്ണൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ കണ്ണൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് നാണെന്ന് പറയണതുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അന്തസ്സ് ഉണ്ടെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് വരുമോ എന്ന് ചോദിക്കുമ്പം സീമന്തിനി പറയുന്നുണ്ട്, മോനെ അമ്മാവൻ ചെയ്ത തെറ്റിന് ഞങ്ങളെ ശിക്ഷിക്കരുത്, എനിക്കിതൊന്നും അറിയില്ലായിരുന്നു എന്ന് പറയുമ്പം നിങ്ങൾ എന്താ വിചാരിച്ചേക്കണേ? ഇനിയും നിങ്ങളെ ഞാൻ സഹായിക്കുമെന്നാണോ? ഇപ്പം തന്നെ ഉണ്ണിയുടെ അവസ്ഥ കണ്ടില്ലേ? ഉണ്ണി പൂർണ്ണ ആരോഗ്യവാനായി എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയ ആ നിമിഷം അവനെ ഞാൻ ഇവിടുന്ന് പുറത്താക്കും. അതുമാത്രമല്ല ഉണ്ണിക്ക് ഞാൻ മാസാമാസം കൊടുത്തുകൊണ്ടിരുന്ന പൈസയെ ഞാൻ നിർത്തലാക്കി. ഇനി അവൻ സ്വയം പണിയെടുത്ത് ജീവിക്കണം, അല്ലാതെ എൻ്റെ ഭാഗത്തു നിന്ന് ഒരു സഹായം അവനക്ക് ഉണ്ടാവില്ല. അന്നേരം സീമന്തിനി പറയുന്നുണ്ട്, മോനെ വീട്ടിലെ അവസ്ഥ നിനക്ക് അറിയാലോ, അമ്മാവൻ ചെയ്ത തെറ്റിൻ്റെ പേരിൽ മോൻ സ്വാതിയെയും എന്നെയും ശിക്ഷിക്കരുതെന്ന് പറയുമ്പം ഈ കണ്ണൻ പറയുന്നുണ്ട്, സ്വാതിയും അത്ര നല്ലവളൊന്നുമല്ല. അന്ന് ഞാനും മഹിയും തമ്മിൽ പിരിയുകയെന്ന് തോന്നിയിട്ട് അവൾ എൻ്റെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറാൻ നോക്കിയവളല്ലേ. അമ്മായിയും അന്ന് അതിന് സപ്പോർട്ട് നിൽക്കുമല്ലായിരുന്നോ? പിന്നെ അമ്മാവൻ ചെയ്ത തെറ്റിൽ നിങ്ങൾക്ക് പങ്കില്ല എന്നൊന്നും പറയണ്ട. അതിനുശേഷം എത്ര കാര്യങ്ങൾ അമ്മാവൻ ചെയ്തിട്ടുണ്ട്, അതിനെല്ലാം നിങ്ങളുടെ പൂർണ്ണ സപ്പോർട്ടും ഉണ്ടായിരുന്നു. അമ്മാവൻ മാത്രമല്ല മേഘനും അതുപോലെ തന്നെയായിരുന്നു. മേഘന ആ സ്വഭാവമായി തീർന്നത് നിങ്ങളൊക്കെ കാരണം. എന്തായാലും മഞ്ജുവിനെ ചതിച്ച മേഘനോട് ഞാൻ ക്ഷമിക്കൂല, അതുപോലെ എൻ്റെ അച്ഛൻ്റെ കൊലയാളിയോട് ഞാൻ ഒരിക്കലും ക്ഷമിക്കാൻ പോണില്ല. എൻ്റെ അച്ഛനെ എനിക്ക് ആരായിരുന്നു എന്ന് നിങ്ങൾക്ക് അറിയാലോ. ഞാൻ ഈ ലോകത്തെ ഏറ്റവും അധികം സ്നേഹിച്ചിരുന്നത് എൻ്റെ അച്ഛനെ. ആ അച്ഛനെയാണ് നിങ്ങളുടെ ഭർത്താവും ആ പ്രതാപനും ചേർന്ന് ഇല്ലാതെയാക്കിയത്. എന്നിട്ടും ഞാൻ കരുണയെ ഇവിടെ താമസിക്കാൻ സമ്മതിച്ചു. അത് വേറെ ഒന്നും കൊണ്ടുമല്ല, അവളുടെ വയറ്റിലൊരു കുഞ്ഞുള്ളത് കൊണ്ടാണ്. എന്നിട്ടും ഉണ്ണിയും കരുണയും ചേർന്ന് വീണ്ടും എന്നെ കൊല്ലാൻ നോക്കി. അതിൻ്റെ തിരിച്ചടി അവനക്ക് കിട്ടിയത്. അവൻ്റെ കാല് തല്ലി ഓടിച്ചത് വേറെ ആരുമല്ല, മാർക്കോ തന്നെ. ആ സമയത്ത് സീമന്തിനി പറയുന്നുണ്ട്, അത് നീ പറഞ്ഞത് നേരെ, അമ്മാവനെയും ആ മാർക്കോ കണക്കിന് തല്ലി. അതുകൊണ്ട് അമ്മാവനിപ്പോൾ ആ തോമസ് ഡോക്ടറുടെ അടുത്ത് തീരുമാനമായിട്ട് പോയേക്കോ, കൂടെ മേഘനയും കൊണ്ടുപോയിട്ടുണ്ട്. ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട്, തോമസ് ഡോക്ടർ വളരെ നല്ലവനാ, ഡോക്ടറുടെ സഹായം തേടി ചെല്ലുന്നവരെ ഡോക്ടർ കൈയൊഴിയാറില്ല. പക്ഷേ മാർക്കോയുടെ കാര്യം അങ്ങനെയല്ല. ഇനിയും അമ്മാവൻ്റെ സ്വഭാവം നന്നായില്ലെങ്കിൽ അമ്മാവൻ മാർക്കോയുടെ കൈകൊണ്ട് തന്നെ തീരുമെന്ന്. അത് കേട്ടതും സീമന്തിനി പറയുന്നുണ്ട്, അയാൾ ഇനി ചത്താലും ജീവിച്ചാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല മോനെ, പക്ഷേ സ്വാതിയുടെ വിവാഹം എങ്ങനെയെങ്കിലും നടത്തണം. അവൾക്ക് നല്ല വിവാഹാലോചനകൾ വരുന്നുണ്ട്. നീ പണ്ടൊരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്വാതിയുടെ വിവാഹത്തിൻ്റെ എല്ലാ ചിലവും നീ തന്നെ നോക്കിക്കോളാന്ന്. അത് നീ ചെയ്യൂന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇരിക്കണേന്ന് പറയുമ്പോൾ ദുർഗ പറയുന്നുണ്ട്, നിനക്കൊന്നും ഒരു നാണോ ഇല്ലേടി? ഇനിയും എൻ്റെ മോനോട് തന്നെ സഹായം ചോദിക്കാൻ. അവൻ്റെ അച്ഛനെ കൊന്ന കൊലയാളിയുടെ ഭാര്യ നീ. ആ കൊലയാളിയുടെ മോളുടെ വിവാഹത്തിന് അവൻ തന്നെ പൈസ തന്നെന്ന് പറയാൻ നിനക്ക് ഉളുപ്പുണ്ടോടി? ആ സമയത്ത് സീമന്തിനി പറയുന്നുണ്ട്, ദുർഗ നീ ഇങ്ങനെയൊന്നും പറയല്ലേ, ഒന്നുമില്ലെങ്കിലും നിൻ്റെ സഹോദരൻ്റെ മോളല്ലേ സ്വാതി, അവൾക്കൊരു ജീവിതം കിട്ടണ്ടേന്ന് ചോദിക്കുമ്പം അവൾക്കൊരു ജീവിതവും കിട്ടണ്ടടി. എൻ്റെ മോളുടെ ജീവിതം നശിപ്പിച്ചവനല്ലേ നിൻ്റെ മോൻ. എൻ്റെ മോള് കൊച്ചുനാൾ മുതൽ നിൻ്റെ മോനെ സ്നേഹിച്ചുകൊണ്ട് നടന്നതാ. എന്നിട്ട് വിവാഹത്തിന് മുമ്പ് കണ്ണനും മഹാലക്ഷ്മിയും പറഞ്ഞതാ അവനക്ക് സ്വഭാവദൂഷ്യമുണ്ട്, അവനെ വിവാഹം കഴിക്കരുതെന്ന്. എന്നിട്ടും എൻ്റെ മോളത് കേൾക്കാതെ അവളുടെ നിർബന്ധത്തിന് നിൻ്റെ മോനെ വിവാഹം കഴിച്ചത്. എന്നിട്ട് അവൻ എൻ്റെ മോളോട് എന്താ ചെയ്തത്? എൻ്റെ മോളെ ചതിക്കുമല്ലായിരുന്നോ? വിവാഹത്തിന് മുമ്പ് തന്നെ അവന് പല സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. അതുമാത്രമാണോ, ഒരു സ്ത്രീയിൽ അവനൊരു കുഞ്ഞുണ്ടായി. എന്നിട്ടും എൻ്റെ മോളെ വിവാഹം കഴിച്ച് അവൻ ചതിച്ചില്ലേടി? ആ സമയത്ത് സീമന്തിനി പറയുന്നുണ്ട്, അതൊക്കെ അവന് പറ്റിപ്പോയ തെറ്റുകളല്ലേ ദുർഗ, ഇനി അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, ഇനി അതിനെക്കുറിച്ച് പറഞ്ഞിട്ടേ കാര്യമുള്ളൂ. എന്തായാലും ഇത്രയും നാളും നിങ്ങൾ എൻ്റെ ചിലവിലാണ് ജീവിച്ചത്. എന്നിട്ട് നിങ്ങൾക്ക് എന്നോട് ഒരു സ്നേഹം ഉണ്ടായില്ല. എന്നെയും എൻ്റെ ഭാര്യേനെയും കൊല്ലണമെന്ന് മാത്രമാണ് നിങ്ങളും നിങ്ങളുടെ മകനും ഭർത്താവും എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരുന്നത്. എന്തായാലും ഇനി ഞാനായിട്ട് നിങ്ങളെ സഹായിക്കുമെന്ന് വിചാരിച്ച് നിങ്ങളിവിടെ നിൽക്കണ്ട, തൽക്കാലം നിങ്ങൾ പോകാൻ നോക്കുന്ന. ആ സമയം ദുർഗ പറയുന്നുണ്ട്, നിന്നോടല്ലേടി പറഞ്ഞു ഇവിടുന്ന് പോകാൻ, ഇനി നീ എന്ത് നോക്കി നിൽക്കുവാടി എന്ന് ചോദിച്ച് ദേഷ്യപ്പെട്ടതും സീമന്തിനെ ആണെങ്കിൽ കരഞ്ഞുകൊണ്ട് തന്നെ അവിടുന്ന് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മഹാലക്ഷ്മിനെ ലേഖേനെയാണ്. മഹാലക്ഷ്മിയും ലേഖയും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ലേഖ മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട്, എന്നാലും മഹി കുഞ്ഞ് ഇതുവരെയും എഴുന്നേറ്റില്ലല്ലോ, അല്ലെങ്കിൽ കുഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് എണീക്കണേ അറിഞ്ഞൂലോ, ഇന്ന് മോൾക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട്, ലേഖ നീ ഇങ്ങനെ പേടിക്കണേ എന്തിനാ? കുഞ്ഞ് പാലൊക്കെ കുടിച്ച് വയറ് നിറഞ്ഞ് കിടന്ന് ഉറങ്ങണതല്ലേ, അതവിടെ കിടന്ന് ഉറങ്ങിക്കോളൂല്ലേ എന്ന് ചോദിക്കുമ്പം അതല്ല മഹി, എന്നാലും ഇതുപോലെ ഒരിക്കലും ഉറങ്ങാറില്ലല്ലോ എന്ന്. ഇതേ സമയം നമ്മളുടെ ജാനമ്മയാണെങ്കിൽ കുഞ്ഞിനെ എടുത്ത് നോക്കുമ്പം
കുഞ്ഞിനാണെങ്കിൽ ഒരു അനക്കവും ഇല്ലാത്തതുപോലെ തോന്നിയിട്ട് അവർക്കാണെങ്കിൽ ആകെ ഒരു സങ്കടവും വിഷമവും പേടിയൊക്കെ ആവുന്നുണ്ട്. എന്നിട്ട് അവർ മനസ്സിലിങ്ങനെ പറയുന്നുണ്ട്, ഭഗവാനെ ഈ കുഞ്ഞിനൊരാപത്തും വരുത്തല്ലേ, എന്നെ കൊണ്ട് തന്നെ ഇതുപോലൊരു ക്രൂരത ചെയ്യിച്ചല്ലോ ഭഗവാനെ, ഇന്ന് വരെ ഞാനൊരു പൊടിക്കുഞ്ഞിനോട് ഇതുപോലൊരു ക്രൂരത ചെയ്തിട്ടില്ല, എന്നെ കൊണ്ട് എന്തിനാ ഭഗവാനെ ഈ ഒരു കർമ്മം ചെയ്യിപ്പിച്ചതെന്നൊക്കെ പറഞ്ഞിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നുണ്ട്. പിന്നീട് കുഞ്ഞിനെ അവിടെ കിടത്തിയിട്ട് ജാനമ്മ എഴുന്നേറ്റ് വരുമ്പം മഹാലക്ഷ്മി ലേഖയൊക്കെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് കുഞ്ഞിൻ്റെ അടുത്തേക്ക് വരാണ്. ആ സമയത്ത് ഇവരുടെ മുഖത്തെ പരിഭ്രമവും പേടിയൊക്കെ കണ്ടിട്ട് ലേഖ ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി ജാനമ്മ, ജാനമ്മയുടെ മുഖത്തൊരു പേടിയും വെപ്രാളമൊക്കെ കാണുന്നുണ്ടല്ലോ എന്ന് പറയുമ്പം ഇല്ല മോളെ, ഒന്നുമില്ല, ഞാൻ പോകാൻ സമയം വൈകിയല്ലോ എന്ന് വിചാരിച്ചാൽ എന്തായാലും ഞാൻ ഇറങ്ങട്ടെ മോളെ എന്ന് ചോദിക്കുമ്പം എന്താ ജാനമ്മ ഇന്ന് ഇത്ര ധൃതി, അല്ലെങ്കിൽ ജാനമ്മ കുറച്ചും കൂടി കഴിഞ്ഞാലോ പോണേ, ഇന്ന് എന്തിനാ ധൃതി പിടിച്ച് പോണേന്ന് ചോദിക്കുമ്പം അതല്ല, വീട്ടിൽ ചെന്നിട്ട് കുറച്ച് അത്യാവശ്യമുണ്ട്, എന്നാൽ ഞാൻ പോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഈ ജാനമ്മയാണ് ഈ പേടിയോടുകൂടി പെട്ടെന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. അവർ പോയി കഴിഞ്ഞതും ഈ ലേഹി മഹാലക്ഷ്മിയും വീണ്ടും കുഞ്ഞിൻ്റെ അടുത്ത് വന്ന് നോക്കുമ്പോൾ കുഞ്ഞ് നല്ല സുഖമായി തന്നെ കിടന്ന് ഉറങ്ങാണ്. അന്നേരം ലേഖ പറയുന്നുണ്ട്, ഒരുപാട് സമയമായില്ലേ മഹി മോള് കിടന്ന് ഉറങ്ങണു, നമുക്ക് മോളെ എഴുന്നേൽപ്പിച്ചാലോ എന്ന് ചോദിക്കുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട്, വേണ്ട ലേഖ, എഴുന്നേറ്റ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഭയങ്കര കരച്ചിലും ബഹളമായിരിക്കും, കുറച്ച് സമയവും കൂടി ഉറങ്ങാണെങ്കിൽ കിടന്ന് ഉറങ്ങട്ടെ എന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ജാനമ്മയുടെ മോനെയും മരുമോളെയാണ്. അവരാണെങ്കിൽ അമ്മയെ ഇതുവരെ കണ്ടില്ലല്ലോ എന്ന് പറയുമ്പം മരുമോള് പറയുന്നുണ്ട്, ഇനിയിപ്പോൾ അമ്മ ആ കുഞ്ഞിന് വിഷം കൊടുക്കാതെ എങ്ങാനും ഇരിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ഞാൻ വിളിച്ചപ്പോൾ അമ്മ പറഞ്ഞത് വിഷമൊക്കെ കൊടുത്തെന്നാൽ എന്തായാലും ഇപ്പോൾ തന്നെ അമ്മ വരുമായിരിക്കും, ഇപ്പോഴൊന്നും കുഞ്ഞിനൊന്നും സംഭവിക്കില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ രാത്രി ആവാതെ കുഞ്ഞിനൊന്നും സംഭവിക്കുകയൊന്നുമില്ല, ഇനിയിപ്പോൾ അവർക്ക് സംശയം തോന്നി അമ്മയെ പിടിച്ചാൽ തന്നെയും അമ്മയല്ലേ ജയിലിലേക്ക് പോകുള്ളൂ. അന്നേരം അയാളുടെ ഭാര്യ പറയുന്നുണ്ട്, അത് ഏട്ടൻ പറഞ്ഞത് നേരെ, അമ്മ ഇനിയിപ്പോൾ വയസ്സാം കാലത്ത് ജയിലിൽ പോയാലും വലിയ കുഴപ്പമൊന്നുമില്ല എന്ന്. ഇവരിങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് നമ്മളുടെ ജാനമ്മയാണെങ്കിൽ അങ്ങോട്ട് വരുന്നുണ്ട്. ജാനമ്മയാണെങ്കിൽ ഭയങ്കര സങ്കടത്തോടുകൂടി തന്നെയാണ് വരുന്നത്. വന്നതും മരുമോള് ചോദിക്കുന്നുണ്ട്, എന്താ ഈ അമ്മ കാര്യങ്ങൾ, ഞങ്ങൾ പറഞ്ഞതുപോലെയൊക്കെ അമ്മ ചെയ്തു എന്ന് ചോദിക്കുമ്പം നിങ്ങൾ പറഞ്ഞതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, ആ കുഞ്ഞിനെ എന്നിട്ട് ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പം ഒന്നും പറയണ്ട, ആ കുഞ്ഞ് ഇപ്പം തന്നെ അവശതയായിട്ട് കിടക്കുക, അന്നേരം പാല് കൊടുത്തിട്ട് പിന്നെ ആ കുഞ്ഞ് എഴുന്നേറ്റിട്ടേ ഇല്ല, ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് ഭഗവാന് മാത്രമേ അറിയുള്ളൂ, അല്ലെങ്കിൽ തന്നെ ആറ്റുനോറ്റുണ്ടായ കുഞ്ഞ് അത്, ആ കുഞ്ഞിന് രണ്ടമ്മമാരാണ് ഉള്ളത്, ഒരമ്മ പെറ്റമ്മയും ഒരമ്മ പോറ്റമ്മയും, പെറ്റമ്മേനേക്കാളും കൂടുതൽ ആ കുഞ്ഞിനെ സ്നേഹിക്കുന്നത് പോറ്റമ്മയാണ്, അവർക്ക് രണ്ടുപേർക്കും ഇതൊന്നും സഹിക്കാൻ പറ്റില്ല, ഇനി എന്തൊക്കെ സംഭവിക്കുമോ ഭഗവാനെ, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ക്രൂരതയല്ലേ നിങ്ങൾ രണ്ടും ചേർന്ന് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതെന്ന്. അന്നേരം ഈ മരുമോള് പറയുന്നുണ്ട്, അതിനെന്താ അമ്മ ഇങ്ങനെ വിഷമിക്കണേ, ആ കുഞ്ഞ് ചെറിയ കുഞ്ഞല്ലേ, അത് മരിച്ചു പോയാലും ഇനി അവർക്ക് വേറെ കുഞ്ഞുങ്ങളുണ്ടാവുമല്ലോ. ആ സമയത്ത് ജാനമ്മ പറയുന്നുണ്ട്, വേറെ കുഞ്ഞുങ്ങളുണ്ടായാലും ഞാനിപ്പോൾ ചെയ്തത് വലിയ ക്രൂരതയല്ലേ, ഒരു കുഞ്ഞു ജീവനല്ലേ ഞാൻ ഇല്ലാണ്ടാക്കിയെന്ന്. ഇതേ സമയം നമ്മളുടെ കരുണയും ഉണ്ണിയും തോമസ് ഡോക്ടറുടെ ആസ്പത്രിയിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പ്രതാപൻ അങ്ങോട്ട് വരുന്നുണ്ട്. പ്രതാപൻ വന്നതും കരുണ വന്നിട്ട് പ്രതാപനോട് ചോദിക്കുന്നുണ്ട്, അച്ഛൻ പറഞ്ഞ കാര്യം എന്തായെന്ന് ചോദിക്കുമ്പം അതൊന്നും അറിയില്ല, എന്തായാലും അവർ രാവിലെ തന്നെ വിഷം ചേർന്ന പാല് കുഞ്ഞിന് കൊടുത്തെന്നാണ് പറഞ്ഞത്, പിന്നെ എന്താ സംഭവിച്ചതെന്ന് അറിയില്ല, ഞാൻ അവനെ ഒന്ന് വിളിച്ച് നോക്കട്ടെ എന്നും പറഞ്ഞ് പ്രതാപനും കരുണയും കൂടി പുറത്തേക്ക് ഇറങ്ങിയിട്ട് അയാൾക്ക് വിളിക്കുന്നുണ്ട്. അയാൾ ഫോൺ എടുത്തതും എന്താ സാറേ എന്ന് ചോദിക്കുമ്പം എന്തായിടാ അവിടെ കാര്യങ്ങൾ നമ്മൾ തീരുമാനിച്ചതുപോലെ നടന്നു എന്ന് ചോദിക്കുമ്പം അതിനെക്കുറിച്ചൊന്നും അറിയില്ല സാറേ, എന്തായാലും അമ്മ ആ പാല് കൊടുത്തതിന് ശേഷം ആ കുഞ്ഞ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ടില്ല എന്നാണ് പറഞ്ഞ്. അപ്പോൾ കുഞ്ഞിൻ്റെ കഥ കഴിഞ്ഞു എന്ന് ചോദിക്കുമ്പം അങ്ങനെ കഥ കഴിഞ്ഞിട്ടൊന്നുമില്ല, പക്ഷേ അപ്പം മുതൽ ഉറങ്ങാൻ തുടങ്ങിയ കുഞ്ഞ് അമ്മ പോരുമ്പോഴും ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ടില്ല, ഇനിയിപ്പോൾ മരിച്ചു എന്നും അറിയില്ല. അന്നേരം പ്രതാപൻ പറയുന്നുണ്ട്, എനിക്ക് ആ സന്തോഷ വാർത്ത കേട്ടാൽ മതി, അത് കേട്ടിട്ട് എനിക്ക് മരിച്ചാലും കുഴപ്പമില്ലടാന്ന് പറയുമ്പം അയാൾ പറയുന്നുണ്ട്, എന്തായാലും അധികം വൈകാതെ തന്നെ നമുക്ക് സന്തോഷ വാർത്ത കേൾക്കാൻ പറ്റും, ബാക്കി കാശ് സാർ എപ്പോഴാണ് തന്നെയെന്ന് ചോദിക്കുമ്പോൾ അതൊന്നും ഓർത്ത് നീ ടെൻഷൻ ആവണ്ട, ആ കുഞ്ഞ് മരിച്ചു കഴിഞ്ഞാൽ നീ ചോദിക്കുന്ന പണം ഞാൻ നിനക്ക് തരുമെന്ന്. അത് മതി സാറേ, ഞാനെന്നാൽ ഫോൺ വയ്ക്കുമെന്നും പറഞ്ഞാൽ അയാൾ ഫോൺ വയ്ക്കുന്നുണ്ട്. ഫോൺ വെച്ച് കഴിഞ്ഞതും ഈ ജാനമ്മ അയാളുടെ അടുത്തേക്ക് എന്നിട്ട് എന്താടാ അയാൾ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം അല്ല, കുഞ്ഞ് മരിച്ചു കഴിഞ്ഞാൽ ബാക്കി പൈസയും കൂടി തരാനാണ് പറഞ്ഞത്, കുഞ്ഞിപ്പോൾ മരിച്ചു കാണോ അമ്മയെന്ന് ചോദിക്കുമ്പം അതൊന്നും എനിക്കറിയില്ല, അതൊക്കെ നീ പോയി തന്നെ അന്വേഷിക്കേണ്ടി വരുമെന്നും പറഞ്ഞ് ജാനമ്മ ദേഷ്യത്തോടു കൂടി അങ്ങോട്ട് പോയിട്ട് അവിടെ ഇരുന്ന് കരയുന്നുണ്ട്. ആ സമയത്ത് മരുമകൾ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അമ്മ എന്തിനാ ഇങ്ങനെ ഇരുന്ന് കരയണേന്ന് ചോദിക്കുമ്പം എന്നോട് കരയണേ എന്തിനാണെന്നോ, ഞാൻ ആ മാതിരി ഒരു പാപമല്ലേടി ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നത്, ഒരു കുഞ്ഞിനെ ഞാൻ കൊല്ലാൻ നോക്കിയേക്കണത്, അതിൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ നമുക്കൊന്നും ചെയ്യാൻ തോന്നൂല, അത്രയ്ക്കും തേജസ്സുള്ളൊരു കുഞ്ഞായിരുന്നു അതെന്ന്. ആ സമയത്ത് മരുമോളാണെങ്കിൽ ദേഷ്യത്തോടു കൂടി അങ്ങോട്ട് പോകുന്നുണ്ട്. ഈ പ്രതാപനാണെങ്കിൽ ഫോൺ വെച്ചതും കരുണ ചോദിക്കുന്നുണ്ട്, അയാൾ എന്താ അച്ഛാ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ അവൻ്റെ അമ്മ കുഞ്ഞിന് വിഷം ചേർത്ത പാല് കൊടുത്തിട്ടുണ്ട്, അത് കുടിച്ചു കഴിഞ്ഞിട്ട് കുഞ്ഞ് അപ്പോൾ ഉറങ്ങിയതാ, പിന്നെ ആ കുഞ്ഞ് എഴുന്നേറ്റിട്ടേ ഇല്ല, എന്തായാലും ഇനി അനന്തുവിൻ്റെ വീട്ടിൽ നിന്ന് ഒരു കൂട്ടക്കരച്ചിൽ കേൾക്കും, ആ കുഞ്ഞിനാണെങ്കിൽ രണ്ടമ്മമാരാണ് ഉള്ളത്, ഒന്ന് പെറ്റമ്മയും ഒന്ന് പോറ്റമ്മയും, രണ്ടമ്മമാർക്കും സഹിക്കാൻ
സഹിക്കാൻ പറ്റില്ല ആ കുഞ്ഞ് മരിച്ചു കഴിഞ്ഞാൽ. മഹാലക്ഷ്മിക്ക് ഇനിയും കുഞ്ഞുങ്ങളുണ്ടാവും, പക്ഷേ ആ ലേഹയുടെ കാര്യം അങ്ങനെയല്ലല്ലോ. സമയത്ത് കരുണ പറയുന്നുണ്ട്, അത് അച്ഛൻ പറഞ്ഞത് നേരെ, ലേഖേച്ചിക്ക് ഒരിക്കലും കുഞ്ഞുങ്ങളുണ്ടാവില്ല. ഇപ്പം തന്നെ ആ ലക്ഷ്മിയുടെ കുഞ്ഞിനെ ഓമനിച്ച ജീവിതം തീർക്കാൻ പോണേ. എന്തായാലും എനിക്ക് ആ സന്തോഷ വാർത്ത ഒന്ന് കേട്ടാൽ മതിയെന്ന്. അങ്ങനെ കരുണയാണെങ്കിൽ ഉണ്ണിയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട്, ഉണ്ണിയേട്ടാ നമ്മൾ ആഗ്രഹിച്ചതുപോലെ എല്ലാം കാര്യങ്ങൾ നടക്കാൻ പോവാന്ന് പറഞ്ഞതും ഉണ്ണി ഒരു പരിഹാസത്തോടുകൂടി പറയുന്നുണ്ട്, ഇത് നീ നിൻ്റെ അച്ഛനും കുറേ നാളായല്ലോ പറയാൻ തുടങ്ങിയിട്ട്. ഇപ്പോൾ 1-2 ദിവസം കുഞ്ഞ് മരിച്ചു എന്നും പറഞ്ഞുകൊണ്ട് നീ ഭയങ്കര സന്തോഷത്തിലായിരുന്നല്ലോ, എന്നിട്ട് അതുപോലെ വല്ലതും നടന്നോ? ഇതും അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ, നിൻ്റെ അച്ഛൻ പറയണതൊന്നും ഒരിക്കലും നടക്കൂല. ആ സമയത്ത് പ്രതാപൻ അങ്ങോട്ട് വരുന്നുണ്ട്. പ്രതാപൻ വന്നിട്ട് പറയുന്നുണ്ട്, നീ വിചാരിക്കുന്നത് പോലെ ഒന്നും അല്ലടാ, നിന്നെ പോലെ ഞാൻ മണ്ണുണ്ണിയൊന്നും അല്ല. എന്തായാലും ഞാൻ കാര്യങ്ങൾ വേണ്ട രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അവൻ്റെ അമ്മ ആ വിഷം ചേർത്ത പാൽ ആ കുഞ്ഞിന് കൊടുക്കുകയും ചെയ്തു. ആ കുഞ്ഞ് ആ സമയത്ത് ഉറങ്ങിയിട്ട് പിന്നെ ഇതുവരെയും ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ടില്ല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഇത് ഉറപ്പിക്കാം, എത്രയും പെട്ടെന്നൊരു സന്തോഷ വാർത്ത നമുക്ക് കേൾക്കാൻ പറ്റുന്നു. ആ സമയത്ത് ഉണ്ണിക്കാണെങ്കിൽ ഇയാളുടെ പറച്ചിലിട്ടിട്ട് നല്ല ദേഷ്യം വരുന്നുണ്ട്. ആ സമയം കരുണയ്ക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമാണ്. അപ്പം ഈ തിരുവോണം നമുക്ക് സന്തോഷിക്കാനുള്ളതായിരിക്കില്ല അച്ഛാന്ന് വയ്ക്കുമ്പോൾ, പിന്നെ അല്ലാതെ ഈ തിരുവോണത്തിന് എൻ്റെ മോൾക്ക് സന്തോഷിക്കാൻ പറ്റും. ആ സമയത്ത് ആ ലക്ഷ്മി കിടന്ന് കരയുമായിരിക്കുന്നു. അത് കേട്ടതും കരുണയാണെങ്കിൽ ഇങ്ങനെ ഭയങ്കര സന്തോഷത്തോടു കൂടി നിൽക്കുന്നുണ്ട്. ഈ സമയത്താണ് തോമസ് ഡോക്ടർ അങ്ങോട്ട് വരുന്നത്. തോമസ് ഡോക്ടറെ കണ്ടതും പെട്ടെന്ന് തന്നെ ഇവർ സംസാരം നിർത്തുമ്പം തോമസ് ഡോക്ടർക്ക് ഇവരുടെ പെരുമാറ്റത്തിൽ എന്തോ സംശയം തോന്നുന്നുണ്ട്. എന്നിട്ട് തോമസ് ഡോക്ടർ ചോദിക്കുന്നുണ്ട്, എന്താ എല്ലാവരും ചേർന്നൊരു ഗൂഢാലോചന, ഇനിയും കണ്ണനെയും മഹാലക്ഷ്മിയെ ഉപദ്രവിക്കാനുള്ള പ്ലാൻ ആലോചിക്കുകയാണോ എന്ന് ചോദിക്കുമ്പം ഈ കരുണയാണെങ്കിൽ ഞെട്ടലോടുകൂടി തോമസ് ഡോക്ടർ നോക്കുന്നുണ്ട്. ആ സമയത്ത് തോമസ് ഡോക്ടർ പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കുമായിട്ട് ഒരു ഉപദേശം തരാം. ഇനിയും കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും പുറകെ അവരെ ഉപദ്രവിക്കാനായിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ആയിരിക്കില്ല നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോണത്. ഇപ്പോൾ ഉണ്ണിയുടെ ഒരു കാലേ മാർക്കോ തല്ലി ഓടിച്ചോളൂ. ഇനിയും കണ്ണനെയും മഹാലക്ഷ്മിയും ഉപദ്രവിക്കാൻ നടന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ 2 കൈയും 2 കാലും മാർക്കോ തല്ലി ഓടിക്കും. പിന്നീട് നിൻ്റെ ചേട്ടൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വീൽ ചെയർ നിനക്ക് ജീവിതകാലം മുഴുക്കെ ഉപയോഗിക്കേണ്ടി വരും. അതുകൊണ്ട് ഇനിയെങ്കിലും നല്ല മനുഷ്യന്മാരെ പോലെ ചിന്തിച്ച് പ്രവർത്തിക്കാൻ നോക്കുന്നത്. ഇത് കേട്ടതും നമ്മളുടെ പ്രതാപനും കരുണയ്ക്കാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മഹാലക്ഷ്മിനെ ലേഖേനെയാണ്. ലേഖ വീണ്ടും മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട്, മഹി കുഞ്ഞ് ഇതുവരെ എഴുന്നേറ്റിട്ടില്ലല്ലോ എന്ന്. അന്നേരം മഹാലക്ഷ്മി പറയുന്നുണ്ട്, ലേഖ പറഞ്ഞത് നേരെ, ഇത്ര സമയമൊന്നും കുഞ്ഞൊരിക്കലും ഉറങ്ങാറില്ല, ഇനിയിപ്പോൾ കുഞ്ഞിന് എന്ത് സംഭവിച്ചു കാണുമോ? എന്തായാലും ലേഖ വാ നമുക്ക് കുഞ്ഞിനെ എടുക്കാമെന്നും പറഞ്ഞുകൊണ്ട് മഹാലക്ഷ്മി തൊട്ടിന്ന് കുഞ്ഞിനെ എടുക്കുമ്പം കുഞ്ഞാണെങ്കിൽ ഇങ്ങനെ വാടി തളർന്നതുപോലെ കിടക്കുന്നുണ്ട്. ആ സമയത്ത് ലേഖ പറയുന്നുണ്ട്, ഇന്ന് കുഞ്ഞിന് എന്തോ ഒരു തളർച്ച പോലെ തോന്നുന്നുണ്ടല്ലോ മഹി എന്ന് പറഞ്ഞതും മഹാലക്ഷ്മി കുഞ്ഞിനെ ഇങ്ങനെ കുലുക്കി നോക്കിയിട്ട് ലേഖയോട് പറയുന്നുണ്ട്, ലേഖ പറഞ്ഞത് നേരെ, കുഞ്ഞിൻ്റെ ശരീരമൊക്കെ ഇങ്ങനെ കുഴഞ്ഞു പോണ പോലെ തോന്നുക ലേഹയെന്ന്. അത് കേട്ടതും ലേഹയാണെങ്കിൽ വെപ്രാളത്തോടു കൂടി കുഞ്ഞിനെ എടുക്കാനായിട്ട് പോകുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.